9 മണി ആയപ്പോഴത്തേന് സ്റ്റാൻഡിലെല്ലാം വെള്ളം ഒരു 1.5 അടി 2 അടി ആയായിരുന്നു. അത് കഴിഞ്ഞിട്ടായി ഇപ്പോൾ ഒരു 5 അടി പൊക്കത്തിലായി വെള്ളം. ഈ സ്റ്റാൻഡിനകത്ത് വളരെ പെട്ടെന്നാണ് വെള്ളം കയറി. പെട്ടെന്നാണ് വെള്ളം കയറി. പത്തനംതിട്ട മല്ലപ്പള്ളി നഗരത്തിലേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മല്ലപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡാണ് എനിക്ക് സമീപത്തായി ഈ കാണുന്നത്. ഇന്ന് രാവിലെ കൂടി ഇവിടെ സാധാരണഗതിയിൽ തന്നെ ബസ്സുകൾ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. വളരെ പെട്ടെന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ രീതിയിലേക്ക് സ്റ്റാൻഡ് പൂർണ്ണമായി മുങ്ങുന്ന രീതിയിലേക്ക് വെള്ളം കയറിയത്. ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ പൂർണ്ണമായി വെള്ളം കയറിയൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വള്ളത്തിലും മറ്റുമായി ആളുകൾ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കമാണ് ഉണ്ടായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ അടക്കം ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്ര പെട്ടെന്നൊരു വെള്ളപ്പൊക്കം ഇത്തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വ്യാപാരികളടക്കം പറയുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം, അതായത് കടകൾക്കുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളടക്കം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ ആളുകൾ കടകൾക്കുള്ളിൽ നിന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കയറി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡും കൂടിക്കൊണ്ടിരിക്കും. വളരെ പെട്ടെന്നാണ് ഇത്രയും കയറിയത്. വളരെ പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ എന്ത് കട നടത്തുന്ന ആളാ? ചെരുപ്പ് കട, ബാഗ് കട. ഈ സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റിയായിരുന്നോ? മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം നമ്മൾ ലെയർ മാറ്റി. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെയും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ചെരുപ്പ് ബാഗ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ആ ലെവലല്ല. കാരണം ആ സ്റ്റാൻഡിനകത്തുള്ള മറ്റേ ചെയറെല്ലാം ആദ്യം കാണാമായിരുന്നു, വിസിബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ പൊങ്ങിപ്പരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി വെള്ളം നമ്മുടെ കൺട്രോളിലല്ലെന്ന്. അതുകൊണ്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം ഫുള്ള് പൊക്കത്ത് വെച്ചാൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കും. ഓരോ സമയം കൂടുന്തോറും വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിയന്ത്രണമല്ല. അപ്പോൾ അപ്പുറത്തെല്ലാം വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴയില്ല, പക്ഷെ വെള്ളം വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് മഴ പെയ്യുന്നില്ലെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവുണ്ട്. കിഴക്കൻ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം കയറും. സാറിന് അങ്ങനെയാണ്. ചേട്ടാ, ഇവിടെ കട നടത്താനാണോ? അതെ, ഫ്രൂട്ട്സ് കട. രാവിലെ വെള്ളം അങ്ങ് കിടക്കുക. പടാന്ന് കയറിയതാണ്. പിന്നെ ഇടയ്ക്കൊന്ന് നനച്ചു. പിന്നെ വീണ്ടും പിടിച്ച് കയറി വരാൻ തുടങ്ങി. അപ്പം കിഴക്ക് പെയ്യുന്നുമുണ്ട്, ഉരുൾ പൊട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ആ വരവ് വരുന്നത്. ഹൈ സ്പീഡിലല്ലേ വരുന്നത്. നാട്ടിലെ കണ്ടീഷൻ കണ്ടില്ലേ, വലിയ രീതിയിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. ഈ കടലെ സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റിയായിരുന്നോ? കുറച്ചൊക്കെ മാറ്റി, കുറച്ചൊക്കെ പൊക്കത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വൈകിട്ടത്തെ സ്ഥിതി എന്നാന്ന് അറിയത്തില്ല. എല്ലാവരും ഇവിടെ കാണും, കടക്കാരില്ല, ആരും വീട്ടിൽ പോകത്തില്ല. അങ്ങനെ എല്ലാ വർഷവും മാറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മാറ്റി. ഓരോ വർഷം ഇതൊരു വലിയ നഷ്ടമാണ് വരുന്നത്. പിന്നെ ഇത് അതല്ല, ഇത് കഴിഞ്ഞുള്ള ജോലിയാണ്. തേച്ച് കഴുകി പിന്നെ സാധനം കയറ്റുക, ആ ജോലിയാണ് ഭയങ്കരം. ഈ കനത്തെ ചള്ളയായിരുന്നു. എന്തോ ബുദ്ധിമുട്ടാണ്. അതൊന്ന് റെഡിയാക്കി എടുക്കണം, 2 ദിവസം എടുക്കും അല്ലേ? പിന്നെ കാണുന്നവർക്ക് എൻ്റർടൈൻമെൻറ്റാണ്, പക്ഷെ അനുഭവിക്കുന്നവർക്കല്ലേ അത് ബുദ്ധിമുട്ട്. സാമ്പത്തിക നഷ്ടം. രാവിലെ 8 മണിയായപ്പം ഈ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടില്ലായിരുന്നു. 8 മണി കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നത്. 9 മണിയോടുകൂടി 9 മണി ആയപ്പോഴത്തേന് സ്റ്റാൻഡിലെല്ലാം വെള്ളം ഒരു 1.5 അടി 2 അടി ആയായിരുന്നു. അത് കഴിഞ്ഞിട്ടായി ഇപ്പോൾ ഒരു 5 അടി പൊക്കത്തിലായി വെള്ളം. ഈ സ്റ്റാൻഡിനകത്ത് വളരെ പെട്ടെന്നാണ് വെള്ളം കയറി. കൂടുതലും കാരണം ഇത് പണ്ടിപ്പം മണ്ണ് പാലത്തിനോട് ലെവലായതുകൊണ്ട് വെള്ളം കയറിയാലുടനെ മണ്ണ് കളന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടിങ്ങ് തള്ളും വെള്ളം. മണ്ണ് വാരാനുള്ള അനുവാദം ഗവൺമെന്റ് കൊടുത്താൽ ഒത്തിരി വ്യത്യാസം വരും. ഡാമും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉണക്ക് സമയത്ത് വെള്ളം കിട്ടുവാൻ വേണ്ടി, ജനങ്ങൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ആ ഡാം കെട്ടിയത്. അതിനെന്തെങ്കിലും എൻട്രൻസ്, അതിന് ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയാൽ, ഈ വരുന്ന സമയത്ത് തുറന്നു വിട്ടാൽ ഒത്തിരി വെള്ളം വെളിയിൽ പോകും. ഇപ്പം ഡാമിൻ്റെ ഈ വെള്ളം മണൽ വാരാൻ കുറച്ച് അനുവദിച്ചാൽ അപ്പോൾ ഒത്തിരി ആഴം കിട്ടും. അപ്പം വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വെള്ളം പെട്ടെന്ന് കയറാനുള്ളൊരു കാരണം ഈ മണൽ വാരലില്ലാത്ത മണൽ കളന്ന് ഭാരതത്തിന്റെ 3/4 ഭാഗത്തോളം മണൽ കിടക്കുക. പണ്ട് കാക്ക വെള്ളം കളത്താൻ വേണ്ടി കല്ല് കൊണ്ടിട്ട് ഓർമ്മയുണ്ടോ? കൊച്ചിൽ നമ്മൾ പഠിച്ചില്ല, തേസ്റ്റിക്രോ എന്നും പറഞ്ഞു. അതുപോലെ തന്നെ മണൽ കിടക്കുന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കയറും. ആ ഹൈറ്റ് കയറുമ്പോഴത്തേന് അതിന് അടുത്തുള്ള പ്രദേശത്തോട്ട് അത് പടരും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അത്രേ ഉള്ളൂ. 21-ൽ നല്ലൊരു വെള്ളം. അന്ന് ഇതിനൊക്കെ ഈ കടയുടെ ഏതാണ്ട് 5 അടിയോളം അകത്ത് കയറി വെള്ളം. ഇപ്പം വെള്ളം ഇറങ്ങണം, അതോ കയറിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. ഈ ലെവൽ നമുക്ക് നോക്കിയാലറിയാം. വെള്ളം ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഉരുൾ പൊട്ടിയതുണ്ട്, കിഴക്കത്തെ വെള്ളം വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേന് ഇവിടെ മണലിൻ്റെ ലെവൽ കളർന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ വെള്ളം എളുപ്പം ഇങ്ങോട്ട് കവരും. എന്താണ് ഈ കച്ചവടക്കാരൊക്കെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്, വലിയ ദുരിതമാണല്ലേ? കഷ്ടവാഴക്കാർക്ക്, ചെറുകിട കച്ചവടക്കാർക്കും വലിയ കച്ചവടക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്.
കാര്യം ആരും ഇങ്ങോട്ട് വരുന്നില്ല, ഒരു ട്രാൻസ്പോർട്ടേഷനില്ല, ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല, ഇരിക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല. സാധനങ്ങളൊക്കെ ഈ വെള്ളം കയറി നഷ്ടപ്പെട്ടു പോകുന്നു. ഓണത്തിനൊക്കെ ഇറക്കിയ അനേകം സാധനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം 5-8 ലക്ഷം 10 ലക്ഷം വെച്ച് ഓരോ കമ്പനിക്കാർ ഇങ്ങോട്ട് സാധനം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വിറ്റഴിക്കാതെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? അവർ തിരിച്ചു കൊടുക്കുകയുമില്ല. അങ്ങനെ വരുമ്പോൾ വലിയ നഷ്ടത്തിലാണ്. എനിക്ക് പിന്നിലായി ഈ ഒരു ആറ് പോലെ അല്ലെങ്കിൽ തോട് പോലെ കാണപ്പെടുന്നത് മല്ലപ്പള്ളിയിൽ നിന്നും ആനിക്കാടേക്ക് പോകുന്ന റോഡാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷമാണ് ഈ റോഡിലേക്ക് ഇത്തരത്തിൽ വെള്ളം കയറിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായി വെള്ളം കയറുകയും വാഹന യാത്ര ഒരു തരത്തിലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയുമായിരുന്നു. 8 മണിക്ക് ശേഷമാണ് ഇത്ര കൂടിയത്. ഒരു വാഹനങ്ങൾ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഒന്നുമില്ല, ഒന്നും പോകാൻ പറ്റത്തില്ല. വലിയ വണ്ടികൾക്ക് പോലും പോകാൻ പറ്റത്തില്ല. ഇല്ല, വെള്ളം കൂടുതല. വെള്ളം കൂടിക്കൊണ്ടിരിക്കുക, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. രാവിലെ കണ്ടതിൽ ഒത്തിരി വെള്ളം ഒരടിയോളം കൂടി. ഇവിടെ വലിയ രീതിയിൽ മഴ പെയ്യുന്നില്ല എന്നൊരു ആശ്വാസമാണ്. പക്ഷേ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് വലിയ രീതിയിലുണ്ടല്ലേ? വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഉരുൾപൊട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയും വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വീടാണ് ഏട്ടാ? ആണോ? എൻ്റെ വീടാ. എപ്പോഴാണ് ഇത്രയും വെള്ളം കയറിയ? 6 രാവിലെ 6 പിന്നെ വെള്ളം വരാം. പെട്ടെന്ന് കയറുന്നത്. നമ്മൾ സാധനം മാറ്റും തോറും സാധനം മാറ്റിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് പകുതി കൂടുതൽ മുങ്ങിയ അവസ്ഥയല്ലേ? പിന്നെ പകുതി മേളായി. വെളുപ്പിന് വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല. വെളുപ്പിന് ഈ റോഡിലും വെള്ളം വാങ്ങുമില്ലായിരുന്നു. വെളുപ്പിന് 6 കഴിഞ്ഞാൽ കയറുന്നത്. സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ വീടിനകത്തുണ്ടായിരുന്നേ? കുറച്ച് മേളിൽ വെച്ചു, മുകളിൽ തട്ടമ്പുറത്ത് വെച്ചു. പിന്നെ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. റോഡിലുണ്ടോ? ഇല്ല. സാധാരണ ഇത്രയും വെള്ളം കയറാറുള്ളതാണോ വെള്ളപ്പൊക്കം? ഒന്ന് കയറുക 18-ലാണ്. 2018-ന് ശേഷം പിന്നെ ഇത്രയും വെള്ളം കയറുന്ന ഇപ്പോഴാണോ? ആദ്യമായിട്ടോ. അപ്രതീക്ഷിതമായിട്ടായിരുന്നല്ലേ? പെട്ടെന്ന് വരും. പത്തനംതിട്ട മല്ലപ്പള്ളിയുടെ അവസ്ഥ ഇതാണ്. മല്ലപ്പള്ളി നഗരത്തിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. മല്ലപ്പള്ളിയിൽ നിന്ന് ആനിക്കാടിന് പോകുന്ന റോഡാണ് എനിക്ക് പിന്നിലായി ഈ കാണുന്നത്. ഒരു 6-ന് സമാനമായ രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏതാണ്ട് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി മുങ്ങിയ ഒരു അവസ്ഥയിലാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണി വരെ അല്ലെങ്കിൽ ആ ഒരു 8-8:30 സമയം വരെ സാധാരണഗതിയിൽ ബസ്സുകളൊക്കെ കയറി ഇറങ്ങി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അത് പെട്ടെന്ന് പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ മല്ലപ്പള്ളി നഗരത്തിൽ പല സ്ഥലത്തേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.